പെഹൽഗാം ഭീകരാക്രമണം ഒന്നിനുമല്ലാത്ത നിരപരാധികളെ ബലിയാടാക്കിയ തീവ്രവാദികളുടെ ലക്ഷ്യം ഒന്നേ ഒന്നായിരുന്നു: നമ്മുടെയൊക്കെ ക്രമസമാധാനം ഇല്ലാതാക്കുക. അവരുടെ ആ ലക്ഷ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് നമ്മൾ ഇന്ത്യക്കാരായ മനുഷ്യസ്നേഹികൾ. എത്ര സന്തോഷത്തോടെയാണ് ആ മാതാപിതാക്കൾ പറയുന്നത്. അവൻ കുടുംബത്തിലെ ഏക മകനായിരുന്നു. അവൻ്റെ രക്തസാക്ഷിത്വത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന്. ആ ഒരു അഭിമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്ന്. ഏത് മാതാപിതാക്കൾക്കാണ് ഇങ്ങനെ പറയാൻ പറ്റുക? അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഓരോ മനുഷ്യന്മാരും. തോറ്റിരിക്കുന്നു, തോൽപ്പിച്ചിരിക്കുന്നു ഈ സ്നേഹവാക്കുകൾ കൊണ്ട്. കുടുംബത്തിലെ ഏക മകനായിരുന്നു നഷ്ടപ്പെട്ടത്. മൂത്ത മകനും കുടുംബത്തിലെ ഏക മകനുമായിരുന്നു ആദിൽ. ആകെയുള്ളൊരു അത്താണി. മകന്റെ അപ്രതീക്ഷിതമായ മരണത്തിലും ആ പിതാവ് പറയുകയാണ്, നമ്മുടെ മകനെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന്. സംഭവ സ്ഥലത്ത് നിന്നും സഞ്ചാരികളെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് പാവപ്പെട്ടവനായ കുതിരസവാരിയായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വെടിയേറ്റ് മരണപ്പെടുന്നത്. ഭീകരവാദിയുടെ തോക്ക് തട്ടിയെടുത്ത് ആക്രമണം തടയാൻ ശ്രമിക്കുമ്പോഴാണ് ആദിലിന് വെടിയേൽക്കുന്നത്. ഒന്നും അറിയാത്ത, ഒന്നിനുമില്ലാത്ത നിരപരാധികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. മരണപ്പെട്ടവർക്കൊക്കെ പടച്ചറബ്ബ് ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാത്തിലും മതം തിരികെ കയറ്റുന്നവരെ തോൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ആരതി. ആരതി എന്ന നമ്മുടെ ഹിന്ദു സഹോദരി, മരിച്ച രാമചന്ദ്രൻ്റെ മകൾ ആരതി, സ്വന്തം പിതാവ് മരണപ്പെട്ടിട്ടും അഭിമാനത്തോടെ പറയുന്ന ആ വാക്കുകൾക്ക് മുന്നിൽ സഹോദരി സലാം. പിന്നെ അവർ റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് അതിന് പേയ്മെൻറ്റോ ഒന്നുമില്ല. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ. അപ്പോൾ തോൽപ്പിച്ചു കളഞ്ഞല്ലോ പെങ്ങളെ. ഈ ഒരു നിഷ്കളങ്കമായ വാക്കുകൾക്ക് മുന്നിൽ തലകുനിക്കുകയാണ് ഒരു മലയാളി സഹോദരിയുടെ ആത്മാർത്ഥമായ വാക്കുകൾ. കലർപ്പില്ലാത്ത സംസാരം, വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സഹോദരിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഭൂരിഭാഗം ആളുകളും കഥയറിയാതെ ആട്ടം കാണുകയാണ്. സത്യത്തിൽ അവർ ആക്രമിച്ചത് നമ്മുടെ ഇന്ത്യയെയാണ്, മതത്തെയല്ല. അവർ നോട്ടമിട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയായിരുന്നു, മതത്തെയല്ല. ഇന്ത്യയുടെ നാനാഭാഗത്തുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവരുടെ ലക്ഷ്യം ക്രമസമാധാനം ഇല്ലാതാക്കുക എന്നതായിരുന്നു. നമ്മുടെ ഇന്ത്യ സേഫല്ല എന്ന് അറിയിക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. സഹോദരങ്ങളെ, മതങ്ങളെ തമ്മിലടിപ്പിക്കുക. ഇങ്ങനെ ഇന്ത്യയുടെ ക്രമസമാധാനം ഇല്ലാതാക്കുന്നതോടുകൂടി അവർ വിജയിക്കും. അല്ലാതെ വേറെ ഒരു രീതിയിലും നമ്മുടെ ഇന്ത്യയെ തളർത്താൻ അവർക്കാവില്ല. അതുകൊണ്ടായിരുന്നു ഭീരുക്കൾ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത്. നമ്മൾ മുഹമ്മദും കൃഷ്ണനും ക്രിസ്തുവും എപ്പോഴും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെ നിൽക്കണം. അതാണ് നമ്മുടെ ഇന്ത്യ. നമ്മളെ ഒരു തീവ്രവാദ ശക്തികൾക്കും തമ്മിലടിപ്പിക്കാനാവില്ല. തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇന്ത്യ, അവരുടെ അണ്ണാക്കിൽ കയറിയായാലും. മതം പറയുന്നവരെ നമ്മൾ അങ്ങ് മാറ്റി നിർത്തിയേക്കണം. മതം പറയുന്നവരാരും മതത്തിൽപ്പെട്ടവരായിരിക്കില്ല. മതം പഠിച്ചവരാരും ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യുകയുമില്ല. ഓരോ മതത്തിലും ഓരോ മതഗ്രന്ഥത്തിലും പറഞ്ഞിരിക്കുന്നത് നന്നായി ജീവിച്ച് നന്നായി മരിക്കുവാൻ വേണ്ടിയാണ്. പടച്ചവൻ എല്ലാവരെയും നന്നാക്കി തരട്ടെ. എല്ലാവരുടെ മനസ്സിലും നല്ലൊരു ചിന്തയുണ്ടാക്കി തരട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക് മരണപ്പെട്ടവരുടെ കുടുംബത്തിനും മരണപ്പെട്ടവർക്കും വേണ്ടി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.